പ്രതിസന്ധിയിൽ ഞെരുങ്ങി KSRTC. പ്രിയദർശിനി സർവീസ് ഉൾപ്പെടെ 150 ഓർഡിനറി ബസ്സുകൾ ഓടിയില്ല. സ്പെയർ പാർട്സുകളുടെ ക്ഷാമം കാരണം പല ബസ്സുകളും അറ്റകുറ്റപ്പണിക്കായി ഇട്ടിരിക്കുകയാണ്. മാറ്റിയിടാൻ ടയർ പോലും ഇല്ലാതെയും ബസ്സുകൾ. എൻ്റെ സുഹൃത്തുക്കളെ, ഭയങ്കര രസകരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രിയദർശിനി ബസ് ഉണ്ടല്ലോ, ആ പ്രിയദർശിനി ബസ്സിൻ്റെ ടയറുകളൊന്നും കാണാനില്ല. ചില ടയറൊന്നും കാണാനില്ല, മിസ്സിങ് ആണ്. ഈ ടയർ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആ ബസ് ഓടില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു നഷ്ടം എങ്ങനെ ഒഴിവാക്കാന്നുള്ളതാണ്. നിങ്ങൾക്ക് തല കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായിട്ടുണ്ടാവില്ല. പ്രിയദർശിനി എന്ന് പറയുന്ന ബസ്സുണ്ട്, സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് പോകാവുന്ന ബസ്സാണ്. ശരി, അപ്പുറത്ത് സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ എന്ന് പറഞ്ഞിട്ട് വേറെയും കുറേ KSRTC ബസ്സുകളുണ്ട്. അതിലൊന്നും ഫ്രീ അല്ല. ഇപ്പോൾ സംഭവിക്കുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പെയർ പാർട്സ് ഒന്നും കിട്ടാനില്ല. അപ്പോൾ പിന്നെ അത് വാങ്ങിക്കാൻ ഇവരെ പൈസ ചിലവിടുന്നില്ല. കാരണം മാസം 90 കോടി രൂപ നഷ്ടത്തിലാണ് ഇപ്പോൾ KSRTC പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഫ്രീ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ നല്ല കാര്യങ്ങളാണ്. നല്ല കാര്യം തന്നെ, സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കണം കേട്ടോ, അവർ പറഞ്ഞല്ലേ. പക്ഷെ അതിനൊപ്പം തന്നെ ആ ഒരു പ്രസ്ഥാനത്തെ തകർക്കരുത്. ഇപ്പം സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളൊക്കെ ഒന്നും ഇടയ്ക്ക് ടയർ എന്തായാലും തേയ്മാനം സംഭവിക്കും. അപ്പോൾ ടയർ മാറ്റിടാൻ ടയർ ഇല്ല. അപ്പം എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന ഈ ഓർഡിനറി ബസ്സില്ലേ, സ്ത്രീകൾ പോകുന്ന ആ ബസ്സിൻ്റെ ടയർ അങ്ങോട്ട് ഊരും. അത് എന്നിട്ട് സൂപ്പർ ഫാസ്റ്റിനും മറ്റൊക്കെ ഉണ്ട് ഘടിപ്പിച്ചു കൊടുക്കും. ഇത് ഓടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. പ്രിയദർശിനി ഓടിയ നഷ്ടമാണ് 90 കോടി. ഇത് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം 90 കോടി ലാഭം കിട്ടും. അതുകൊണ്ട് ഇപ്പം അതാണ് പരിപാടി. നിങ്ങളൊന്ന് കണ്ടോക്കിയേ, ഇറ്റ്സ് വെരി രസമുള്ള കാര്യങ്ങളാണ്. കിടക്കുന്നു. സ്വാന്തന സാജു ചേരുന്നു. സ്വാന്തന, ഖജനാവ് കാലിയാണ്, KSRTC ഞെരുങ്ങുന്നു അല്ലേ? VD സതീശൻ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്നു ഈ പ്രിയദർശിനി പദ്ധതി. നമ്മൾ കണ്ടതാണ് എത്രയധികം ആളുകൾ ആ ഒരു പദ്ധതിയെ ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളത്. എന്തായാലും ശരി, സംഗതി അവരങ്ങ് സംസാരിക്കാൻ നമുക്ക് ആ ടയർ ഊരിയെടുത്ത പ്രിയദർശിനികളെ കാണാം. എത്ര പ്രിയദർശിനി ഉണ്ട് നോക്കിയോ. ഏകദേശം ഇപ്പത്തെ നമുക്ക് ദൃശ്യത്തിൽ 1, 2, 3, 4ഓളം പ്രിയദർശിനി ബസ്സുകൾ കാണാനുണ്ട്. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയദർശിനി ബസ്സിന്റെ ടയറുകളൊന്നും കാണാനില്ല എന്നുള്ളതാണ്. ടയറുകളൊക്കെ ഊരിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതാരാണ് ഊരിയെടുത്ത് കൊണ്ടുപോകുന്നത്? വല്ല കള്ളന്മാരാണോ? ആരാണ് ഈ കള്ളന്മാർ? കേട്ടോക്കെ. സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ ബസ്സിലും പുറകിലെ ഒരു ടയർ ഇല്ല. അതാണ് രസകരമായിട്ടുള്ള കാര്യം, ടയർ കാണാനില്ല. ഡിപ്പോയിൽ ടയർ ക്ഷാമം രൂക്ഷമാണ്. ടയർ ആവശ്യത്തിന് ലഭ്യമാകാത്തത് മൂലം പ്രിയദർശിനി ബസ്സുകളുടെ ടയർ ഊരി ഫാസ്റ്റ് പാസഞ്ചറുകൾക്കും സൂപ്പർ ഫാസ്റ്റുകൾക്കും ഇടുന്നു. ടയർ ക്ഷാമം മൂലം പ്രതിദിനം 3 ഷെഡ്യൂളുകൾ നടത്താൻ കഴിയുന്നില്ല. വിവിധ ഷെഡ്യൂളുകളിലായി പ്രതിദിനം 154 പ്രിയദർശിനി ട്രിപ്പുകളാണ് ഡിപ്പോയിൽ നിന്നും നടത്തുന്നത്. ടയർ ക്ഷാമം മൂലം ഇതിൽ 8 ട്രിപ്പുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ, ടയർ ക്ഷാമം. ഞാൻ ചുമ്മാ വീണ്ടും ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്ന ഭയങ്കര ബോറം പരിപാടിയാണ്. ഇങ്ങനത്തെ ടയർ ക്ഷാമമാണ്, ബസ്സുകൾ ഓടുന്നില്ല എന്നുള്ള വാർത്ത കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിരുന്നോ? നിങ്ങൾ തന്നെ പറ. ഞാൻ പറയുന്നില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ലീഗുകാരാണെങ്കിലും ഇനിയിപ്പോൾ BJPക്കാരാണെങ്കിലും, അവന്മാരുടെ അത്ര വലിയ സംഭാഷണം നമുക്കില്ല എങ്കിലും BJPക്കാരാണെങ്കിലും നിങ്ങൾ പറ. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ടയർ ക്ഷാമമാണ്, KSRTC ഓടുന്നില്ല, സ്പെയർ പാർട്സ് കിട്ടാനില്ല, KSRTC ഓടുന്നില്ല എന്നീ വർത്തമാനങ്ങൾ ഏതെങ്കിലും ഒന്ന് കേട്ടിരുന്നോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് കേൾക്കുന്നില്ല? അന്ന് ഭരിക്കാൻ അറിയാവുന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നു എന്ന് പച്ച മലയാളം. ടയർ ക്ഷാമം ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാമെന്നറിയാം. ഇവരിപ്പോൾ പരിഹാരം എന്ന് പറയുന്നത് ഈ എന്താ പറയുക, വീടിൻ്റെ കഴുക്കോലടക്കം ഊരിയെടുത്ത് കത്തിക്കുക എന്നൊക്കെ പറയും. ഈ അവസാന സമയത്ത് ചെയ്യുന്ന പരിപാടികളൊക്കെ കത്തിക്കാനൊന്നുമില്ല. അപ്പം പിന്നെ ഓരോ കഴുക്കോലുണ്ട് ഊരും, എന്നിട്ട് അതെടുത്ത് കത്തിച്ചിട്ട് അന്നത്തെ കാര്യം നടത്തുകയെന്ന് പറയും. അതാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. ഈ പറയുന്ന സ്ത്രീകളുടെ ഫ്രീ ആയിട്ട് ഓടുന്ന ബസ്സിൻ്റെ ടയർ ഊരിയിട്ട് സൂപ്പർ ഫാസ്റ്റിന് ഇട്ട് കൊടുക്കുക. സ്ത്രീകളുടെ ബസ് ഓടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, അത് ഓടിയ നഷ്ടമാണല്ലോ. അപ്പോൾ പിന്നെ ഓടാതിരിക്കില്ല നല്ലത്. എങ്ങനെയുണ്ട്? എജ്ജാതി പരിപാടികളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതെന്ന് ആലോചിക്കുക. എന്തോരം മോശപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും കൃത്യമായിട്ട് ചർച്ചയായിട്ടൊന്നും വരുന്നില്ല. നമ്മുടെ മാധു ചർച്ച ചെയ്യുന്നില്ല, 24-ലെ പ്രസംഗം നടത്തുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹം ചർച്ച ചെയ്യുന്നില്ല.
പിന്നെ വി ഡി സതീശൻ അപാര കണക്കറ്റ് സ്നേഹിക്കുന്ന സ്മൃതി പരുത്തിക്കാട്ട് ചർച്ച ചെയ്യുന്നില്ല. ഇതൊന്നും ആർക്കും ചർച്ചയേ അല്ല. ഇത്തരത്തിൽ ടയർ ഊരിയെടുത്തിട്ട് മറ്റു വല്ല ബസ്സിന് ഇട്ട് കൊടുത്തിട്ട് ഓടിയിരുന്നെങ്കിൽ, അത് പിണറായി കാലത്തായിരുന്നെങ്കിൽ പിണറായിയുടെ ടയർ ഊരിയനെ ഈ മാധ്യമങ്ങളെല്ലാം കൂടിയിട്ട്. എങ്ങനെയുണ്ട്? അങ്ങനെ ഊരിയതാണ്, പിണറായിയുടെ ടയർ ഊരിയതാണ് ഈ മാധ്യമങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് സത്യം പറഞ്ഞ ഇവിടുത്തെ ജനങ്ങളാണ് അനുഭവിക്കുന്നത്. ഇവിടെ അങ്ങനത്തെ ചിത്രം ഉണ്ടാക്കി വെച്ചു ഈ മാധ്യമങ്ങളെ. പിണറായി എന്തോ ഭയങ്കര മോശക്കാരാണെന്നുള്ള ചിത്രം ഉണ്ടാക്കി വെച്ചു. അങ്ങനെയാണ്, അവരെയാണ് ഈ പരാജയത്തിനൊക്കെ മുൻപന്തിയിലുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെല്ലാം പഠിക്കേണ്ടത് മാധ്യമങ്ങളെയാണ്. ജനങ്ങൾ, പാവങ്ങൾ ഈ മാധ്യമങ്ങളൊക്കെ പറയുന്നത് സത്യമാണെന്നാണ് വിശ്വസിച്ചു പോയി. ഇപ്പോൾ അസലായിട്ട് മൂഞ്ചി എന്നുള്ള വാക്ക് ചില പ്രദേശത്ത് വളരെ മോശം അർത്ഥമാണത്രേ. നിങ്ങൾക്കറിയാവോ എന്താണ് ശരിക്കും അതിൻ്റെ അർത്ഥം? ഈ മൂഞ്ചി എന്ന് പറയുന്നതിൻ്റെ എന്ത് മീനിങ് ആണ് ഉള്ളതെന്ന് എനിക്ക് വലിയ പിടുത്തം കിട്ടുന്നില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണേ. ബൈ.